ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലെല്ലാവർക്കുമുള്ള പുട്ടുകുറ്റി ഇല്ലാതെ തന്നെ ആ പുട്ടുകുമ്പത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പുട്ടുകുമ്പൊന്നും ഇല്ലാത്തവർക്കും പുട്ടുണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും അത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തു കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ സെപ്പറേറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനകത്തേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ ഒരുപാട് ഇടുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറച്ച് തേങ്ങയായിരിക്കും ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ പുട്ടുകുമ്പത്തിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പുട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് നിറയ്ക്കുവാണ്. ഇനി നമ്മൾ പണ്ടൊക്കെ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കില്ലേ, അപ്പൊ അതിനകത്ത് ഇങ്ങനെ നിറച്ചിട്ടൊക്കെയില്ലേ നമ്മൾ ഓരോന്നുണ്ടാക്കിയൊക്കെ വയ്ക്കില്ലേ, ആ ഒരു സ്റ്റൈൽ തന്നെയാണിത്. ഇപ്പോൾ അതായത് ഇപ്പൊ ശരിക്കും നിറച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ അമർത്തി വെക്കണ്ട കേട്ടാ. അപ്പൊ ഇനി ഈ നമ്മൾ ഉണ്ടാക്കിയത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കട്ടാ. അപ്പോൾ ഞാൻ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് പൊടി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയാക്കി വെച്ച് കൊടുത്തിട്ട്. ഇത് 2 ചെറുതായി പോയി. ബാക്കിയുള്ള എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് സ്റ്റൗവിലിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി വരുന്നതാണ്. അപ്പൊ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ടയിൽ നിറച്ചിട്ടും നമുക്ക് ചിരട്ടപ്പുട്ടായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതായത് ഇപ്പൊ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതിന്റെ ചിരട്ടയാണ് കേട്ടോ. അപ്പൊ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇതിനകത്തേക്ക് പൊടി നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ചിരട്ടപ്പുട്ട് കിട്ടും. അപ്പോൾ അത് ഇതുപോലത്തെ തട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടാണെങ്കിലും ചിരട്ടപ്പുട്ടൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പൊ കറക്റ്റ് ആ ഒരു ഷേപ്പിലും ഒക്കെ കിട്ടും. നമ്മുടെ ഇഡ്ഡലിത്തട്ടിലാവുമ്പോൾ അത്രയും ഒരു വലിപ്പം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇഡ്ഡലിത്തട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ആ പുട്ടുകുമ്പോ ഒന്നും ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുട്ടിനുള്ള പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നനച്ചെടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇതിനകത്ത് നമ്മൾ പുട്ടിനുള്ള വെള്ളം എടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.